കസ്തൂർബ സ്കൂൾ ഓഫ് ഫാഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സർദോസി വർക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നീഡിൽ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗോൾഡൻ കളറിൽ സർദോസി എടുത്തിട്ടുണ്ട്. ഈ സർദോസി എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമാണ്. ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ വലിഞ്ഞു വരും. പിന്നെ ഒരു അതേ കളറിൽ തന്നെ ഒരു ബീഡ് എടുത്തിട്ടുണ്ട്. ഇത് ഷേപ്പ് ഇങ്ങനെയാണെന്നേ ഉള്ളൂ, ശരിക്കും ഇതൊരു മുത്ത് തന്നെയാണിത്. ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ കോർക്കാനുള്ളൊരു ഹോളൊക്കെ ഉണ്ട്. പിന്നെ ഗോൾഡൻ കളറിലെ ബീഡ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഷുഗർ ബീഡ്സ്. പിന്നെ ഇവിടെ ഞാൻ ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കൊരു ചുരിദാർ ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ബീഡ് ഫസ്റ്റ് നമ്മളിതിന് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് ഒരു ഡിസൈൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ നൂലെടുക്കുമ്പം ഈ ഗോൾഡൻ കളറിലുള്ള ഒരു നൂല്, സാധാരണ സ്റ്റിച്ചിങ് നൂലെടുത്താൽ മതി. ഇതിൽ എടുത്തിട്ട് ഇപ്പോൾ ഒരെണ്ണം ഫിനിഷായിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. നമ്മൾ 3 ബീഡും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ഡിസൈൻ ചെയ്യണം. അതിന് ഈ സർദോസി അതിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്യണം. ഫസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഏകദേശം അളവ് നോക്കി കട്ട് ചെയ്യുക. അങ്ങനെ സർദോസി നമ്മൾ പല വലിപ്പത്തിൽ, അതായത് ഇവിടെയുള്ള ഡിസൈന് കണക്കായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഗോൾഡൻ കളറിൽ എടുത്തത് ഈ മെറ്റീരിയലിന് അത് മാച്ച് ആവുന്നതുകൊണ്ടാണ്. പല കളറിലുള്ള സർദോസി അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഈ സർദോസി വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ സൂചി, അതിൻ്റെ എല്ലാ സൂചിയും അതിൽ കൂടെ കടത്താൻ പറ്റില്ല. ഇത് ഏറ്റവും നേരിയ സൂചിയാണ്, നമ്പർ 4. ഇതിൻ്റെ ഐ വളരെ ചെറുതായിരിക്കും, വളരെ തിന്നായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് നോക്കണം. ഇതിനകത്ത് കൂടെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അന്ന് വർക്ക് ചെയ്യാൻ പറ്റാതാവും. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നടുക്ക് ഇതുപോലെ ഈ സൂചി ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒന്നൊരു കെട്ടിടുന്ന പോലെ ഒരു ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ വളഞ്ഞ് കളിക്കും. ഇപ്പോൾ ഷുഗർ ബീഡ് കയറുന്ന സൂചിയിൽ നമുക്ക് സർദോസിയും കയറ്റാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഫിനിഷാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സർദോസി കോർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഷുഗർ ബീഡ് കോർക്കാം. ഞാൻ ആദ്യം ചെയ്തത് അങ്ങനെയല്ല, പക്ഷേ അങ്ങനെ തന്നെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. എന്നിട്ട് പിന്നെ ഇതിവിടെ ഫിക്സ് ആക്കിയാൽ മതി. ഒരു നോട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടാൽ മതി, ഇത് തമ്മിൽ ഇവിടെ ഇങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ഇനി അത് ബാക്കി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്യാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നടുക്ക് 3 ഡിസൈനാണ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ നടുക്ക് ഇങ്ങനെ കൊടുക്കാൻ കാരണം ഇവിടെ ഇങ്ങനെ ഒരു പീസാണിത്, അതുകൊണ്ട് ഇവിടെ മാത്രം ഡിസൈൻ കൊടുത്തു. പിന്നെ ഇവിടെ ഈ നമ്മളിവിടെ ഒരു ബീഡ് വെച്ച് കൊടുത്തല്ലോ വലുത്, അപ്പോൾ അതിന് പകരം സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു ത്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു എംബ്രോയിഡറിയോ ബുള്ളിയൻ നോട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറ്. പക്ഷേ അത് ബിഗിനേഴ്സിന് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈസി ആയിട്ടൊരു ബീഡ് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഡിസൈനേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഈ 2 അപ്പുറത്തെ പോർഷൻസിൽ ഞാൻ അവിടെ ഇവിടെയായിട്ട് പിന്നെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടില്ല, കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈനിന് ഒരു അട്രാക്ഷൻ കിട്ടില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഇത് സാധാരണ ഒരു ഡെയിലി വെയർ ഡ്രസ്സായിരുന്നു, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. പക്ഷേ എങ്കിൽ അതിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഡിസൈനർ ലുക്ക് അതിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.